ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷിനെ എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബോസിലൂടെ കുറെ ആൾക്കാർക്ക് പരിചിതമായിരിക്കും. അങ്ങനെയാണ് എനിക്കും കൂടുതലായിട്ട് ആ ഒരു വ്യക്തി അറിയുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് റിയാക്ഷൻ, അതായത് നെഗറ്റീവ് കമന്റ്സിന് റിയാക്ഷൻ കൊടുക്കുന്നൊരു വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ വീണ്ടും ആള് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആള് കൊടുക്കുന്നത്. ആ ഒരു പ്രസവിച്ച് കഴിഞ്ഞ ഒരു പിഞ്ച് കുഞ്ഞിനെ അടുത്ത് കിടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതും. അതായത് എന്താ പറയുക, ഇവരെയൊക്കെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത്രയും മോശമായിട്ട് വൾഗറായിട്ടുള്ള രീതിയിലാണ് അവർ വീഡിയോസിൽ റിയാക്ഷൻ കൊടുക്കുന്നത്. ഇപ്പം ഒരാൾ കമന്റ്സിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം. പിന്നെ കണ്ടില്ല നടിക്കുന്നുണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒക്കെ റീച്ച് ആകത്തുള്ളൂ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. ഈ നെഗറ്റീവുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ റീച്ച് ആകുന്നത്. കാരണം ഈ ഒരു സാധാരണ ആൾക്കാരൊന്നും ഇരുന്ന് കാണത്തില്ല. അപ്പൊ ഇതുപോലെയുള്ള ഫാമിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എന്താന്ന് ചോദിച്ചാല്, ആരോ ഒരാള് എന്തോ കുഞ്ഞിന് നിനക്ക് കാലിന് ഇഷ്യൂ ഉണ്ടോ, അതുപോലെ കുഞ്ഞിനുണ്ടോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദിച്ചതിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ ആ ഒരു റിപ്ലൈ കൊടുക്കുന്ന രീതി നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്. ഏട്ടനും കുഞ്ഞൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ സീരിയസ്ലി പറയാൻ ബേസ്, ഇതിപ്പോ തമാശയായിട്ടോ ഒന്നും പറയുന്നതല്ല ബേസ്. ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എല്ലാ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കുഞ്ഞിനും ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു, ഇഷ്യൂ ഉണ്ടോന്നാണ് ചോദിച്ചത്. പക്ഷെ അതിന് കൊടുക്കുന്ന ഒരു കമന്റ് റിയാക്ഷൻ എന്താ പറയാ, ഇതിലേക്ക് എന്ത് പേരിട്ട് പറയും? കാരണം ഒരു ഇതും ഇല്ലാതെ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സുകൾ മാത്രം എടുത്തോണ്ട് വന്നിട്ട് അവർ പറയുന്നതിനെക്കാട്ടിലും ഇരട്ടിയുള്ള രീതിയിലാണ് തെറി വലിച്ചു പറയുന്നത്. സത്യമായി അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് ബിഗ് ബോസിലൂടെ പരിചയപ്പെടുമ്പോഴത്തേക്കും ആൾ നല്ല സ്മാർട്ടാണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു കാല് സുഖമില്ലാത്ത ആണെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇവർ പറയുമ്പോഴാണ് കൂടുതൽ നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിനിടയിൽ കൂടി വന്നിട്ട് ഇതുപോലത്തെ മോശം വാക്കുകൾ ആ ഒരു കുഞ്ഞിന് അടുത്ത് കിടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവരുടെ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ പോവാൻ നിൽക്കുകയാണോ? അല്ലെങ്കിൽ കുറച്ചൊക്കെ മാന്യത വേണ്ടേ? ആ ഒരു ഭാര്യ അടുത്തിരിക്കണ്ട്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് കിടക്കുന്നുണ്ട്, ആ പിഞ്ച് കുഞ്ഞ്. അതിനി വലുതാകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അവസ്ഥ, ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോസിലൂടെ പബ്ലിഷ് ചെയ്യും, അത് മറ്റുള്ള ആൾക്കാർ കാണും. പിന്നെ അത് വലുതാകുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞിന് അത് മാനസിക ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും. എന്താ പറയുക, വായിൽ തൊന്ന് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്? ഒന്നും തോന്നരുത്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്. ഏട്ടനും കുഞ്ഞൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ സീരിയസ്ലി പറയാൻ ബേസ്, ഇതിപ്പോ തമാശയായിട്ടോ ഒന്നും പറയുന്നതല്ല ബേസ്. ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എല്ലാ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ. നമുക്കറിയാം, ഇപ്പൊ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അതിന്റെ അടിയിൽ നെഗറ്റീവ് വരും. നെഗറ്റീവ് കമന്റ്സ് ഇടാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള. പക്ഷെ ഇതെനിക്ക് കണ്ടിട്ട് ഇത് കുറച്ച് ഓവറായിട്ടുള്ളതല്ല എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും ഒരാളും വിലയിരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്ക് ദൈവം എന്താണോ വിധിച്ചിരിക്കണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് പറയുന്നുണ്ട് അത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അവന് കുഞ്ഞിനുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് അങ്ങനെ എടുത്ത തീരുമാനമാണ്. പക്ഷെ അതൊന്നും അല്ല. കമന്റ് ബോക്സ് എടുത്താൽ അറിയാം, ഇതിന് മുന്നേയും നമുക്ക് 7 വർഷത്തെ കാത്തിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു കുഞ്ഞിനെ കിട്ടും സത്യം. അപ്പം അത്രയും കാത്തിരുന്നിട്ട് പിന്നെ ഈ ഒരു അമ്മയാവുന്നതൊക്കെ പറയുന്നതേ അത് നമ്മൾ ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. കാരണം അതൊക്കെ ഒരു ഭാഗ്യമാണ്. അമ്മയാകുക, ആ ഒരു കുഞ്ഞിനെ നോക്കുക, അതിനെ കയ്യിൽ മേടിക്കുന്നത്, അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും ഒരു അമ്മ എന്നുള്ള പദവിയെ നമ്മൾ കൂടുതലും നന്നായിട്ട് എടുക്കുന്ന ഒരിതാണ്. അപ്പൊ അതിനിടയിൽ ആ ഒരു കുഞ്ഞിനെയും കൂടി
കൂടെ ഇരുത്തിയിട്ട് ഇത്തരത്തിലുള്ള വൃത്തികേട് പറയുന്നത് നല്ലതാണോ? ഒരിക്കലില്ല. നമുക്ക് റിയാക്ഷൻ ചെയ്യാം, നമുക്ക് കമന്റ്സിന് റിയാക്ഷൻ കൊടുക്കാം, പക്ഷെ അത് അല്പം മാന്യമായിട്ട് ആൾക്കാർ കാണുന്ന, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന വീഡിയോസുകളാണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോസ്, അപ്പൊ അത്രയും മാന്യത പുലർത്തുക. ഇപ്പൊ കുറെ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സുകൾ ഇടും, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ പറയും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്നിട്ട് ഇപ്പൊ അവര് ഒരു കുഞ്ഞു കാര്യമായിരിക്കും പറയുന്നത്, അതിനെതിരായിട്ട് ഒരു 10 തെറിയെങ്കിലും വിളിക്കും. ഇതാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാല് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ആയി പോകുന്നതെന്ന് ഒരു കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയി പോകും ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല, ഇനിയുണ്ടെങ്കിൽ എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു. നിങ്ങൾ തന്നെ കേട്ടോക്കെ, ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ഓരോ ആൾക്കാർക്കും മറുപടി കൊടുക്കുന്നത്. നെഗറ്റീവ് കമന്റ്സുകൾ ഓൾറെഡി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ നെഗറ്റീവ് കമന്റ്സിനെ ഇഗ്നോർ ചെയ്ത് കളയുക. കാരണം എല്ലാ കമന്റ്സിനും നമുക്ക് ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമന്റ്സുകൾ ഇടും. നമ്മൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിനെ നേരം കാണത്തുള്ളൂ. അപ്പം ഇത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ ആ ഒരു കുഞ്ഞു കൊച്ചിനെ അടുത്ത് കിടത്തിയിട്ടാണ് ഇത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ ഓരോ കമന്റ്സുകൾക്ക് മറുപടി കൊടുക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയാണോ? ഈ ഒരു ബിഗ് ബോസിലെ ഈ ഒരു വ്യക്തി എല്ലാവർക്കും പരിചിതമാണ്. കാരണം എല്ലാവരും ബിഗ് ബോസ് വഴിയാണ് കൂടുതലും ഇവരെ കുറിച്ചിട്ട് അറിയുന്നത്. ഇവർ ഭയങ്കര ഡാൻസും ഒക്കെയാണ്. എന്നിട്ട് പോലും ആരും ഇവരുടെ കാലിന്റെ കാര്യം പറഞ്ഞിട്ട് ആരും കളിയാക്കാനോ ഒന്നും പറയാൻ പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർ പറയും അവരുടെ വാ അടയ്ക്കാൻ നമ്മളാക്കാൻ പറ്റത്തില്ല. ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഈ ഒരു പറയുന്ന ആൾക്കാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കുഞ്ഞ് കമന്റിന് കൊടുക്കുന്ന റിപ്ലൈ ഇങ്ങനത്തെ രീതിയിൽ കൊടുക്കണമായിരുന്നു. ഇത് വളരെ മോശമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒരാളെ തിരിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി വൃത്തികെട്ട് തോന്നുന്ന ഒരു രീതിയിലാണ് ആ ഒരു കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത്. ശേഷം നമുക്ക് കുറെ കാലത്തിന് മുമ്പ് നമുക്ക് ഇപ്പൊ ലൈക്ക് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മള് പ്രസന്ന വേണുഗോപാലിനെ തന്നെ ഡോക്ടർ, നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ലൈഫിലുണ്ടായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഹേർട്ടിങ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ, അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അല്ല, അതിപ്പോ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധരാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥ. വീഡിയോസ് ഇട്ടുന്നാലും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് വരും. നെഗറ്റീവ് കമന്റ്സ് ഇടാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള. പക്ഷെ ഇതെനിക്ക് കണ്ടിട്ട് ഇത് കുറച്ച് ഓവറായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും ഒരാളും വിലയിരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്ക് ദൈവം എന്താണോ വിധിച്ചിരിക്കണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കുഞ്ഞിനും ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചു, ഇഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അതിന് കൊടുക്കുന്ന ഒരു കമന്റ് റിയാക്ഷൻ, ഇതിലേക്ക് എന്ത് പേരിട്ട് പറയും? കാരണം ഒരു ഇതും ഇല്ലാതെ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സുകൾ മാത്രം എടുത്തോണ്ട് വന്നിട്ട് അവര് പറയുന്നതിനെക്കാട്ടിലും തെറി ഇരട്ടിയുള്ള രീതിയിലാണ് തെറി വലിച്ചു പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ. അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു കുഞ്ഞിനെ കിട്ടുന്ന സത്യം. അപ്പം അത്രയും കാത്തിരുന്നിട്ട് പിന്നെ ഈ ഒരു അമ്മയാവുന്നതെന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. കാരണം അതൊക്കെ ഒരു ഭാഗ്യമാണ്. അമ്മയാകുക, ആ ഒരു കുഞ്ഞിനെ നോക്കുക, അതിനെ കയ്യിൽ മേടിക്കുന്നത്, അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും ഒരു അമ്മ എന്നുള്ളൊരു പദവിയെ നമ്മൾ കൂടുതലും നന്നായിട്ട് എടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനിടയിൽ ആ ഒരു കുഞ്ഞിനെയും കൂടെ ഇരുത്തിയിട്ട് ഇത്തരത്തിലുള്ള വൃത്തികേട് പറയുന്നത് നല്ലതാണോ? ഒരിക്കലില്ല. നമുക്ക് റിയാക്ഷൻ ചെയ്യാം, നമുക്ക് കമന്റ്സിന് റിയാക്ഷൻ കൊടുക്കാം, പക്ഷെ അത് അല്പം മാന്യമായിട്ട് ആൾക്കാർ കാണുന്ന, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന വീഡിയോസുകളാണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീഡിയോസ്, അപ്പൊ അത്രയും മാന്യത പുലർത്തുക. ഇപ്പൊ കുറെ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സുകൾ ഇടും, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ പറയും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്നിട്ട് ഇപ്പൊ അവര് ഒരു കുഞ്ഞു കാര്യമായിരിക്കും പറയുന്നത്, അതിനെതിരായിട്ട് ഒരു 10 തെറിയെങ്കിലും വിളിക്കും. ഇതാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാല് ഇവരൊക്കെ
എന്താണ് ഇങ്ങനെ ആയി പോകുന്നതെന്ന് ഒരു കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തെറി വിളിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര മോശം. ഇതൊക്കെ നല്ലതിനാണോ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കൂ. ഇതൊക്കെ ചെയ്യുന്നതോ ഇങ്ങനെയൊക്കെ പറയുന്നത്, വായിൽ വരുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നതും നല്ലതിനാണോ? ഒരിക്കലല്ല, നല്ലതിനോ ഒരിക്കലല്ല. അപ്പൊ എന്തായാലും ഇവര് 7 വർഷത്തെ കാത്തിരിപ്പെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ 7 വർഷമായി. അപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര, അല്ലെ, നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും അബി എന്നെ കേൾപ്പിക്കൂല കേട്ടോ. കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളൊക്കെയൊക്കെ ചിലർ പറയുമല്ലോ, അപ്പം അത് നമുക്ക് വിഷമം. എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമായി. വീട്ടിൽ എല്ലാവരും ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി. നമ്മളേലും അവരായിരുന്നു എപ്പോഴും അമ്മമാരുണ്ട് ഒരു വിഷമം പറയുന്നത്. ഇടയ്ക്ക് പ്രാർത്ഥന ഉണ്ടാവണം. 3 മാസം കഴിഞ്ഞ ഇത് അതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പൊന്നു പോലെ കൊണ്ട് നടക്കാം. അങ്ങനെ രണ്ടുപേരെന്തെങ്കിലും എന്താ അല്ലേ, കുറച്ച് നാൾക്ക് മുന്നേ പറയുന്നത് 7 വർഷത്തെ കാത്തിരിപ്പ്, അതിനു മുന്നേ പറയുന്നത് ഭയങ്കരമായിട്ട് വിഷമത്തിലിരുന്നതാണ്, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പൊ പറയുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതൊന്നും അല്ല, പെട്ടെന്ന് എങ്ങനെയോ കിട്ടിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് നേരത്തെ കൂട്ടി പറഞ്ഞ വീഡിയോസുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെ കുറിച്ച് ഇപ്പൊ വീണ്ടും ചർച്ച വിഷയമായപ്പോഴത്തേക്ക് പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ അടുത്തിരുത്തിയിട്ട് ഇത്ര മോശത്തിൽ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പല രീതിയിലെ കമന്റ്സുകൾ വരും. അത് നെഗറ്റീവ്, ഒരുപാട് നെഗറ്റീവ് വരും. അതിനൊക്കെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നാല് നമ്മൾ തന്നെ നാണം കെടും. കാരണം അത്രയും മോശമായിട്ട് അവരൊരു കമന്റ്സ് ഇട്ടാൽ അതിലിരട്ടി മോശമായിട്ട് നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് അരോചകമാണ്. അത് മനസ്സിലാക്കുക. ഈ തെറി വിളിക്കുന്നതും ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ അത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പം സ്വന്തമായിട്ട് ആ ഒരു കാര്യത്തിന് എന്താ പറയാ, ഒത്തിരി മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞാണ് അടുത്ത് കിടക്കുന്നത്, ആ ഒരു കുഞ്ഞിനെ അവിടെ കൂടെ കിടത്തിയിട്ട് ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരാം. അതുവരെ ടാറ്റാ.